വെരി ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ കൺസിഡറേഷനെ കുറിച്ച് പഠിച്ചിരുന്നു. ഇനി പഠിക്കാൻ പോകുന്നത് ചാപ്റ്റർ 5 കപ്പാസിറ്റി ടു കോൺട്രാക്ട്. എന്താണ് കപ്പാസിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത്? അപ്പം നിങ്ങൾക്ക് തന്നെ അറിയായിരിക്കും, കപ്പാസിറ്റി എന്ന് ഉദ്ദേശിച്ച് കഴിഞ്ഞാൽ യോഗ്യത അല്ലേ? യോഗ്യത ഉള്ളവർക്കുമായിട്ട് നമ്മൾ പറഞ്ഞു, ഒരു കോൺട്രാക്റ്റിൽ വേണമെങ്കിൽ അവർക്ക് ഒരു മിനിമം യോഗ്യത ഇല്ലാതെ നമുക്കൊരു കോൺട്രാക്റ്റ് കയറാൻ പറ്റൂ. സേ ഫോർ എക്സാമ്പിൾ, ഒരാളുടെ ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ഷന് വേണ്ടി എഗ്രിമെൻറ്റിലേക്ക് പോകുന്നു. അയാൾക്ക് മിനിമം ഇത്രയും ബാങ്ക് അക്കൗണ്ട് ഇല്ലെങ്കിൽ ഇത്രയും പൈസ ഇല്ലാണ്ട് ഒരു യോഗ്യത, അതാണ് യോഗ്യത എന്ന് ഉദ്ദേശിക്കുന്നത്. അയാൾക്ക് ഇത്രയും ആസ്തി അല്ലെങ്കിൽ അതിനുള്ള ചിലവ് വഹിക്കാനുള്ള സമ്പത്തില്ലാതെ ഒരു കോൺട്രാക്റ്റിൽ പോകാൻ പറ്റുമോ? അപ്പം ഇതൊക്കെ തന്നെയാണ് യോഗ്യത എന്ന് പറയുന്നത്. ഈ ചാപ്റ്ററിൽ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് കപ്പാസിറ്റിയെക്കുറിച്ച് പഠിക്കും. അപ്പോൾ കപ്പാസിറ്റിയെക്കുറിച്ച് പഠിക്കുന്നതിന് മുമ്പ് തന്നെ സെക്ഷൻ 10 ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിലെ സെക്ഷൻ 10 എന്ത് പറയുന്നു നമുക്ക് നോക്കാം. The parties who enter into a contract must have the capacity to do so. Section 10 contain essential requirement of contract. അതായത് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിലെ സെക്ഷൻ 10 എടുത്ത് നോക്കണം. ആ സെക്ഷൻ 10ലാണ് എസെൻഷ്യൽ റിക്വയർമെൻറ്റ്സിനെ കുറിച്ച് പറയുന്നത്. സെക്ഷൻ 10 says that all agreements are contracts if they are made by free consent of the parties. ഫ്രീ കൺസെൻറ്റ് നമ്മൾ എന്താണെന്ന് പഠിച്ചു. കോമ്പിറ്റൻറ്റ് കോൺട്രാക്ട്. ഈ കോമ്പിറ്റൻറ്റ്, ഈ ഒരു വരിയിൽ തന്നെ ഒരുപാട് മീനിങ് ഉണ്ട് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിലെ. ഇവിടെ കോമ്പിറ്റൻറ്റ് കോൺട്രാക്ട് എന്ന് ഉദ്ദേശിക്കുന്നത് യോഗ്യതയാണ്. കോമ്പിറ്റൻസി അഥവാ യോഗ്യതയാണ് നമ്മൾ കോമ്പിറ്റൻറ്റ് കോൺട്രാക്ട് എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത്. The law presumes that everyone is capable of contracting. It does not infringe the freedom of a person to enter into contract or prohibit him from making a contract with anybody he likes. However, it declares that certain class of people do not have the capacity to enter into legally binding agreement. Therefore, some protection is essential. അതായത് നിയമം എന്താണ് ഉദ്ദേശിക്കുന്നത്? എല്ലാ ആൾക്കാർക്കും, ഇന്ത്യയിലെ ഭരണഘടന അനുസരിച്ച് എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട്. അപ്പോൾ റൈറ്റ് ഫ്രീഡത്തിനകത്ത് റൈറ്റ് ഭരണഘടനയിലെ പ്രധാനപ്പെട്ട ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് റൈറ്റ് ടു ഫ്രീഡം. ഈ റൈറ്റ് ഫ്രീഡത്തിനകത്ത് തന്നെയാണ് റൈറ്റ് ടു എൻ്റർ ഇൻ ടു എ കോൺട്രാക്ട്, അല്ലെങ്കിൽ ഒരു കോൺട്രാക്റ്റിൽ കയറാനായിട്ട് ഇന്ത്യൻ പൗരന് അവകാശമുണ്ട്. പക്ഷേ ചില കാറ്റഗറീസ് വരികയാണെങ്കിൽ, അയാൾ ചില പ്രത്യേക ഈ കാറ്റഗറിയിൽ പെടുകയാണെങ്കിൽ അയാൾക്ക് കോൺട്രാക്റ്റിൽ എന്താണ് ചേരാൻ അല്ലെങ്കിൽ എൻ്റർ ചെയ്യാനായിട്ട് യോഗ്യതയില്ല. നമുക്ക് അതിനെക്കുറിച്ച് പഠിക്കാം. അതായത് സെക്ഷൻ 10ഉം സെക്ഷൻ 11ഉമാണ് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിലെ ബേസിക്കലി കപ്പാസിറ്റി ഓഫ് കോൺട്രാക്റ്റിനെ കുറിച്ച് വ്യക്തമായിട്ട് പറയുന്നത്. ഇനി ക്വാളിഫിക്കേഷൻസ് ഓഫ് കോമ്പിറ്റൻസി. ക്വാളിഫിക്കേഷൻസ് ഓഫ് കോമ്പിറ്റൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾക്ക്, ഇന്ത്യയിലെ ഒരു ഇന്ത്യൻ പൗരന് എന്തൊക്കെ മിനിമം ഒരു കോൺട്രാക്റ്റിൽ ചേരണമെങ്കിൽ എന്തൊക്കെ യോഗ്യതകൾ ഉണ്ടായിരിക്കണം? ഇതൊരു ക്വസ്റ്റ്യൻ ആണ്. ഡിസ്ക്രൈബ് ദ ക്വാളിഫിക്കേഷൻസ് ഓഫ് കോമ്പിറ്റൻസി എന്ന് പറഞ്ഞ്. 1, ഹി ഹാസ് അറ്റൈൻഡ് ദി ഏജ് ഓഫ് മെജോറിറ്റി. മെജോറിറ്റി എന്ന് പറഞ്ഞാൽ പ്രായപൂർത്തിയായിരിക്കണം. ഇന്ത്യൻ നിയമം അനുസരിച്ച് 18 വയസ്സ് കഴിഞ്ഞാലേ പ്രായപൂർത്തിയാവുള്ളൂ. ചുരുക്കി പറഞ്ഞാൽ ഒരാൾക്കൊരു കോൺട്രാക്റ്റിൽ എഗ്രിമെൻറ്റിൽ ഒപ്പിടണമെന്ന് വിചാരിക്കുക. 18 വയസ്സാവാൻ ഒരു ദിവസമെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ അത് അസാധുവാണ് കോടതിയിൽ. രണ്ടാമത്തത്, ഹി ഈസ് ഓഫ് സൗണ്ട് മൈൻഡ്. സൗണ്ട് മൈൻഡ് എന്ന് ഉദ്ദേശിക്കുന്നു കഴിഞ്ഞാൽ സ്ഥിരചിത്തതയുള്ളതായിരിക്കണം. നോർമലായിട്ട് അയാളുടെ മൈൻഡിന് പ്രത്യേകിച്ച് ഫങ്ഷനിങ് ഡിഫോൾട്ട് ഉണ്ടാവില്ല. ഫങ്ഷനിങ് ഡിഫോൾട്ടുള്ള ആൾക്കാരെ പറഞ്ഞുതരാം, ഇടയ്ക്കിടയ്ക്ക് ഭ്രാന്ത് വരിക. ചില ആൾക്കാർക്ക് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, അമാവാസി അല്ലെങ്കിൽ പൗർണമി ആകുമ്പോഴത്തേക്കും എന്താണ് ചില സമയത്ത് ഒരു ഇൻസാനിറ്റി അല്ലെങ്കിൽ ഒരു ടെമ്പററി ഇൻസാനിറ്റി അല്ലെങ്കിൽ ഒരു താൽക്കാലികമായിട്ടുള്ള ഒരു ഭ്രാന്ത് പോലത്തെ അവസ്ഥ വരാം. ചിലർക്ക് സ്ഥിരമായിട്ട് വട്ടായിരിക്കാം, ചിലർക്ക് എന്തെങ്കിലും കോഗ്നിറ്റീവ് ഫങ്ഷൻസ്, അതായത് നാച്ചുറലായിട്ട് ബ്രെയിൻ്റെ ഫങ്ഷനിങ് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടായിരിക്കാം. ഇങ്ങനെയുള്ള ആൾക്കാർക്ക് ഒരു കാരണവശാലും കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യാൻ പാടില്ല. മൂന്നാമത്തത്, ഹി ഈസ് നോട്ട് ഡിസ്ക്വാളിഫൈഡ് ഫ്രം കോൺട്രാക്റ്റിംഗ് ബൈ എനി അനദർ ലോ ടു വിച്ച് ഹി സബ്ജക്റ്റ്. വേറെ ഏതെങ്കിലും നിയമത്തിൻ്റെ അണ്ടറിൽ ഇയാളുണ്ടെങ്കിലും ആ നിയമം ഇയാളെ ഒരു കോൺട്രാക്റ്റിൽ ചേരുന്നതിൽ നിന്ന് വിലക്കുകയാണെങ്കിൽ അതും ചെയ്യാൻ പറ്റത്തില്ല. ഞാനൊരു എക്സാമ്പിൾ പറയാം. ഉദാഹരണത്തിന്, ഒരാളുടെ പേരിലൊരു കേസ് നടക്കുകയാണ്. ആ കേസ് നടക്കുന്ന സമയത്ത് ഒരു ഇഞ്ചക്ഷൻ ഓർഡർ വെച്ചിട്ടുണ്ട്. ഇഞ്ചക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു
താൽക്കാലികമായിട്ടൊരു നിർത്തലാക്കുന്ന ഒരു ഓർഡർ. അപ്പോൾ ഇയാളുടെ പേരിൽ കേസ് നടക്കുമ്പോൾ കോടതി പറയുന്നു ഈ കേസ് തീർപ്പാക്കുന്നത് വരേക്കും നിങ്ങൾ യാതൊരു കോൺട്രാക്റ്റിലും എൻ്റർ ചെയ്യാൻ പാടില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്ത് ഇയാൾക്കൊരു കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യാൻ പറ്റത്തില്ല. ഒരാളെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി റിമാൻഡിലാണ്, അങ്ങനെയുള്ള ആളൊരു കോൺട്രാക്റ്റിലാവില്ല. അപ്പോൾ അത് നിങ്ങൾ ഡീറ്റെയിൽഡായിട്ട് പഠിക്കും. ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ടിൽ ചില പർട്ടിക്കുലർ ക്രൈറ്റീരിയയിലുള്ള ആൾക്കാർക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ നമ്മൾ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റിൽ പഠിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് പ്രായപൂർത്തിയായിരിക്കണം, 18 വയസ്സാകണമെന്നാണ്. ഇതിനെക്കുറിച്ച് എങ്ങനെ നമുക്ക് പറയാം, ഒന്ന് ഡെഫിനിഷനായിട്ട് പറയാം. ഇതിനെക്കുറിച്ച് പറയുന്നത് ഇന്ത്യൻ മെജോറിറ്റി ആക്ട് 1875 ആണ് ഇതിനെക്കുറിച്ച് പറയുന്നത്. എ മൈനർ ഈസ് എ പേഴ്സൺ ഹൂ ഹാസ് നോട്ട് അറ്റൈൻഡ് ഏജ് ഓഫ് മെജോറിറ്റി. അക്കോർഡിംഗ് ടു ദ ഇന്ത്യൻ മെജോറിറ്റി ആക്ട് 1875, a minor is one who has not completed his or her 18th year of age. മനസ്സിലായല്ലോ? അതായത് ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ടിലെ ഇന്ത്യൻ മെജോറിറ്റി ആക്ട് 1875 പറയുന്നത് ഒരു മൈനർ എന്ന് പറഞ്ഞ ആൾ 18 വയസ്സ് കംപ്ലീറ്റ് ചെയ്യുന്നത് വരേക്കും എന്താണ് ആൺകുട്ടിയോ പെൺകുട്ടിയോ മൈനർ തന്നെയായിരിക്കും. 18 വയസ്സ് കഴിഞ്ഞാൽ മാത്രമേ മേജർ ആകാനായിട്ട് പറ്റത്തുള്ളൂ. എന്നാൽ ഇവിടെ ശ്രദ്ധിക്കുക, ചില പ്രത്യേക അവസരങ്ങളിൽ കോൺട്രാക്റ്റിൽ ചേരാനായിട്ട് 21 വയസ്സാണ് മെജോറിറ്റി ആയിട്ട് നോക്കുന്നത്. ഇപ്പം നോർമലി ഞാൻ പറഞ്ഞുതരാം, സാധാരണ വിവാഹം കഴിക്കുന്നതിന് വേറെ ബേസിക് ആയിട്ടുള്ള എഗ്രിമെൻറ്റിൽ പറയുന്നതിനൊക്കെ മിനിമം ചില കേസുകളിൽ പെടുമ്പോഴൊക്കെ മിനിമം ആയിട്ട് 18 വയസ്സാണ് നോക്കുന്നത്. എന്നാൽ ചില പ്രത്യേക കോൺട്രാക്റ്റുവൽ ഒബ്ലിഗേഷനിലേക്ക് വരാനായിട്ട് 21 വയസ്സ് കംപ്ലീറ്റ് ആവണം. അത് നമുക്ക് എന്താണെന്ന് നോക്കാം. When a guardian of a minor's person or property is under the Guardians and Ward Act 1890, or second point, where the minor's property has been placed under the superintendence of court of wards. ഇതെന്താണ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗാർഡിയൻഷിപ്പ് ആൻഡ് വാർഡ് ആക്ട് 1890 എന്ന് പറഞ്ഞൊരു നിയമം ഇന്ത്യയിലുണ്ട്. ആ നിയമം അനുസരിച്ച് ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്ക് നോക്കാം, ഒരു വ്യക്തി കുട്ടിയായിരിക്കുമ്പോൾ അല്ലെങ്കിൽ 18 വയസ്സ് തികയാത്ത അവസരത്തിൽ അയാളുടെ പേരിൽ ഒരുപാട് സ്വത്തുവകകൾ ട്രാൻസ്ഫർ ചെയ്തെന്ന് വെച്ചോ. ഉദാഹരണത്തിന് ഇപ്പം അയാൾക്ക് അച്ഛനും അമ്മയും മരിച്ചിട്ടുണ്ടാവാം, മുത്തശ്ശൻ മാത്രമേ ഉള്ളൂ. അപ്പം മുത്തശ്ശൻ മരിക്കുന്നതിന് മുമ്പ് മുത്തശ്ശൻ ഒരു വിൽപത്രം എഴുതി വെച്ചു. ഇതൊരു എക്സാമ്പിളാണ്. ഈ കുട്ടിയുടെ പേരിൽ എന്താണ് പ്രായപൂർത്തിയാവുന്നത് വരേക്കും ഇത്രയും വസ്തുവകകൾ ഇയാളുടെ പേരിൽ എഴുതി വെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇന്ത്യൻ ഗാർഡിയൻ ആൻഡ് വാർഡ് ആക്ട് 1890 പ്രകാരം ആ കുട്ടിക്ക് 21 വയസ്സായാൽ മാത്രമേ ഇതിന് അവകാശമുള്ളൂ. അപ്പോൾ ഈ കുട്ടിക്ക് 21 വയസ്സാവുന്നത് വരേക്കും എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗവൺമെൻറ് ഒരാളെ നിയമിക്കും. ഇല്ലെങ്കിൽ ഇയാളുടെ റിലേറ്റീവ് ആയിട്ടുള്ള ഒരാൾക്ക് ഇത് ഓപ്റ്റ് ചെയ്യാം. എന്താണ്, ഗാർഡിയനായിട്ട് ഓപ്റ്റ് ചെയ്യാം. ആ എഗ്രിമെൻ്റ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുട്ടിക്ക് 21 വയസ്സാവുന്നത് വരേക്കും ഈ വസ്തുവകകൾ നല്ല രീതിയിൽ ഞാൻ നോക്കും. അതിനുശേഷം 21ാമത്തെ വയസ്സാകുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കലി, കാരണം ആ വിൽപ്പത്ര പ്രകാരം തന്നെ വേറെ ഒന്നും ചെയ്യാതെ തന്നെ ഈ പയ്യൻ്റെ പേരിൽ അല്ലെങ്കിൽ ആ പെൺകുട്ടിയുടെ പേരിലേക്ക് പ്രായപൂർത്തിയാവുന്ന അവസരത്തിൽ പരിപൂർണ അവകാശം, ഈ സ്വത്ത് വകകളിലെ പരിപൂർണ അവകാശം അവർക്ക് ലഭിക്കുന്നതായിരിക്കും. രണ്ടാമത്തെ പോയിന്റ്, where the minor's property has been under the superintendence of a court of ward. ഇതിനെ ദ ബോർഡ് ഓഫ് റോയൽ റവന്യൂ എന്നും കൂടെ പറയാറുണ്ട്. ഇതെന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരാൾ മൈനറായിരിക്കുക എന്ന് വിചാരിക്കുക, അയാൾക്ക് 21 വയസ്സ് ആയിട്ടില്ല. ആ സമയത്ത് അയാളുടെ പേരിൽ ഒരുപാട് പ്രോപ്പർട്ടീസ് കിട്ടിയിട്ടുണ്ട്. എന്നാൽ ഇയാളുടെ ഒരു റിലേറ്റീവ്സും ജീവനോടെ ഇല്ല. ഈ സ്വത്ത് വകകൾ മാനേജ് ചെയ്യാനായിട്ട് ഒരാളുമില്ല. ഒരാളും ഞാൻ ഏറ്റെടുത്ത് 21 വയസ്സാകുന്നവരേക്ക് ഞാൻ നോക്കിക്കോളാം എന്ന് എന്താണ് റെപ്രസെൻ്റ് ചെയ്ത് വന്നിട്ടുമില്ല. അങ്ങനെയുള്ള കേസിൽ 1877 റൂൾ അനുസരിച്ച് സ്റ്റേറ്റിന് അതോറിറ്റി ഉണ്ട്. അതായത് സ്റ്റേറ്റിന് ഒരു സൂപ്രണ്ടൻസ് ഓഫ് കോർട്ട് ഓഫ് വാർഡ് എന്ന് പറഞ്ഞാലുള്ള അപ്പോയിൻറ്റ് ചെയ്യാം. ഈ അപ്പോയിൻറ്റ് ചെയ്യുന്ന, അതായത് കോർട്ട് അപ്പോയിൻറ്റ് ചെയ്യുന്ന ആൾക്കായിരിക്കും എന്താണ് ഇയാൾ 21 വയസ്സാകുന്നവരേക്കും ഇയാളുടെ സ്വത്തുവകകളുടെ അവകാശമുള്ളത്. സോ 21 വയസ്സായി കഴിഞ്ഞാൽ ഇയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ കുട്ടിക്ക് അല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഇത് ലീഗൽ ഹെയർ ആയിട്ട് മാറും, അയാൾക്കത് ട്രാൻസ്ഫർ ആയിപ്പോവും. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മേൽനോട്ടക്കാരൻ അല്ലെങ്കിൽ കാര്യസ്ഥൻ്റെ ജോലി മാത്രമേ ഉള്ളൂ ഈ കോർട്ട് അപ്പോയിൻറ്റ് ചെയ്ത ആളിന്. ഇനി നമുക്ക് നോക്കാം,
ഒരു കാര്യം കൂടെ പറയാനുണ്ട്, ഇംഗ്ലീഷ് ലോ. നമ്മൾ ഇന്ത്യൻ ലോയിൽ പറഞ്ഞു ഇതുപോലത്തെ വസ്തുക്കളുടെ ട്രാൻസാക്ഷനോ അല്ലെങ്കിൽ ഉടമസ്ഥാവകാശം ഏറ്റെടുക്കുന്നതിനൊക്കെ 21 വയസ്സായിരിക്കണമെന്ന്. ഇംഗ്ലീഷ് ലോയിൽ 18 വയസ്സ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓട്ടോമാറ്റിക്കലി എല്ലാ കോൺട്രാക്ച്വൽ ഒബ്ലിഗേഷനും ഇറസ്പെക്റ്റീവ് ഓഫ് എനിത്തിങ്, എല്ലാ കോൺട്രാക്ച്വൽ ഒബ്ലിഗേഷനും അയാൾ മേജറായിട്ട് തന്നെ ട്രീറ്റ് ചെയ്യും. ഇനി നമുക്ക് നോക്കാം റൂൾസ് ഗവേണിംഗ് ജുഡീഷ്യൽ ഫിലോസഫി ആസ് ഓഫ് മൈനേഴ്സ്. Before discussing the law relating to minors, it would be necessary to have a look at the 3 fundamental rules governing judicial philosophy towards minor. നമുക്ക് മൈനർ കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്നത് മുമ്പ് തന്നെ ഇന്ത്യൻ നിയമത്തിൽ, ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ടിലും ഇന്ത്യൻ മൈനോറിറ്റി ആക്ട് അതുപോലത്തെ ചില ആക്ടുകളിൽ മൈനറായിട്ടുള്ള ആൾക്കാർക്കുള്ള എന്ത് രീതിയിലാണ് കാണുന്നത് നമുക്ക് നോക്കാം. 1. ലോ മസ്റ്റ് പ്രൊട്ടക്റ്റ് ദി മൈനേഴ്സ്. രണ്ടാമത്തത്, ലോ മസ്റ്റ് നോട്ട് കോസ് unnecessary hardship to the other party. Now the third point, enforcement of agreement is possible if minor is beneficiary or promisee. നമുക്ക് നോക്കാം. ഫസ്റ്റ് പോയിന്റ്, ലോ മസ്റ്റ് പ്രൊട്ടക്ട് ദ മൈനേഴ്സ്. അപ്പോൾ അതിൻ്റെ മീനിങ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. നിയമം മൈനറായിട്ടുള്ള ആളെ പ്രൊട്ടക്റ്റ് ചെയ്യണം. എപ്പോഴും മൈനറായിട്ടുള്ള ആൾക്ക് ഫേവറബിൾ ആയിരിക്കും. The law must protect the minors against their own inexperience. If therefore should protect their persons, preserve their rights and properties, excuse their negligence and assist them in the pleadings. അതായത് നിയമം മൈനറായ, അതായത് ഈ കോൺട്രാക്ട് ചില കേസുകളിൽ ഒബ്ലിഗേഷൻ 21 വയസ്സിന് മുമ്പുള്ള ആൾക്കാരെ പ്രൊട്ടക്റ്റ് ചെയ്യണം. എഗെയിൻസ്റ്റ് ദെയർ ഇൻഎക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ മൈനറിന് പല കാര്യങ്ങളും പ്രോപ്പർട്ടീസൊന്നും ഡീൽ ചെയ്ത് പരിചയം ഉണ്ടാവത്തില്ല. അപ്പോൾ പരിചയസമ്പന്നമില്ലായ്മ, പരിചയക്കുറവ്. It therefore should protect the persons to preserve their rights. അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കണം. 2, പ്രോപ്പർട്ടീസ്, വസ്തുവകകൾ സംരക്ഷിക്കണം. എക്സ്ക്യൂസ് ദെയർ നെഗ്ലിജൻസ്, അവർ കാണിക്കുന്ന ചെറിയ ചെറിയ തെറ്റുകുറ്റങ്ങൾ ക്ഷമിക്കണം. ആൻഡ് അസിസ്റ്റ് ദം ഇൻ പ്ലീഡിങ്സ്, വേണമെങ്കിൽ മൈനറുടെ അവകാശം സംരക്ഷിക്കാനായിട്ട് അവർക്ക് ഫേവറബിൾ ആയിട്ടുള്ള ഡെസിഷൻസ് കോർട്ടിനെടുക്കാം. ഇല്ലെങ്കിൽ അവർക്ക് കോർട്ടിൽ നിയമയുദ്ധം നടക്കുന്നതിനായിട്ടുള്ള എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഇപ്പോൾ ഒരാൾ മൈനർ ആയിരിക്കും എന്ന് വെച്ചോളെ, അയാൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ, അയാളുടെ പേരിൽ ഒരുപാട് പ്രോപ്പർട്ടീസ് ഉണ്ട്. അപ്പോൾ അയാൾക്ക് ആ പ്രോപ്പർട്ടീസ് ഒന്നും ഡീൽ ചെയ്ത് എക്സ്പീരിയൻസ് കാണത്തില്ല. വെറും ഒരു 15 വയസ്സായ കുട്ടി, ആ കുട്ടിക്ക് എന്തറിയാം? രണ്ടാമത്, ചെറിയ തെറ്റുകുറ്റങ്ങൾ ചെയ്യാം. ഇനിയിപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും സൈൻ ചെയ്ത് കൊടുക്കാമെന്ന് പറഞ്ഞാൽ അവൻ സൈൻ ചെയ്ത് കൊടുക്കുകയാണെങ്കിലും എന്തെങ്കിലും അവൻ അറിവുകേട് കൊണ്ട് ചില തെറ്റുകുറ്റങ്ങളും ഉണ്ടാകും. അവൻ ഒരുപാട് വസ്തുവകകളുണ്ട്. അപ്പോൾ ആ വസ്തുവകകൾ സംരക്ഷിക്കണം. പിന്നെ അപ്പോൾ ആ സമയത്ത് വേറെ ആരും ആ കുട്ടിയെ സഹായിക്കാനില്ല, വസ്തുവകളുടെ പേരിലിട്ട് കേസ് നടക്കുകയാണ്. അപ്പോൾ കോടതി തന്നെ നേരിട്ട് ഇടപെട്ട് ഇവനുള്ള എല്ലാ സംരക്ഷണവും കൊടുക്കണം. ഇവന് വേണ്ടി കോടതിയിൽ കേസ് നടക്കാനുള്ള സഹായങ്ങളെല്ലാം കൊടുക്കണം. രണ്ടാമത്തത്, the law must not cause unnecessary hardship to the other party. ഹാർഡ്ഷിപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഹാർഡ്ഷിപ്പ് എന്ന് ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടെന്നാണ് ഉദ്ദേശിക്കുന്നത്. In pursuing the object of protection of minors, the law should not cause unnecessary hardship to the person who deals with minors. Thus in minors case, the law behaves like a guardian. സിമ്പിളായിട്ട് എക്സാമ്പിൾ പറഞ്ഞാൽ, ഇന്ത്യൻ മൈനോറിറ്റി ആക്ട് ഒക്കെ പറയുന്നത് ഒരു മൈനർ 21 വയസ്സ് തികയാത്ത ഒരാൾക്ക് ശരിക്കും ഒരു ഗാർഡിയൻ, ഒരു സംരക്ഷകൻ്റെ രീതിയിൽ വേണം എന്ത് ചെയ്യാനായിട്ട്? കോടതി സഹായിക്കാനായിട്ട്. അയാൾ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളോ അബദ്ധങ്ങളോ കാണിച്ചു കഴിഞ്ഞാൽ, ചെറിയ കുറ്റങ്ങളാണെങ്കിൽ ക്ഷമിച്ച് അത് പരിഹരിച്ചു കൊടുക്കണം. രണ്ടാമെന്ന് പറഞ്ഞാൽ അയാൾക്ക് ഒരിക്കലും ബുദ്ധിമുട്ടുണ്ടാവത്തില്ല. അതാണ് ദിസ് ടേം ഹാർഡ്ഷിപ്പ് ടു ദ അതർ പാർട്ടി. മൈനറിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ എന്ത് ചെയ്യാൻ പാടില്ല? വിധികളോ അല്ലെങ്കിൽ ആ കോർട്ടിലെ ട്രാൻസാക്ഷൻസോ നടക്കാൻ പറ്റത്തില്ല. മൂന്നാമത്തത്, എൻഫോഴ്സ്മെൻറ്റ് ഓഫ് അഗ്രിമെൻറ്റ് പോസിബിൾ ഇഫ് മൈനർ ഈസ് ബെനിഫിഷ്യറി ഓർ പ്രോമിസി. നമ്മൾ കഴിഞ്ഞ ചാപ്റ്റേഴ്സിൽ തന്നെ പഠിച്ചിട്ടുണ്ട് പ്രോമിസി എന്താണ്, ബെനിഫിഷ്യറി എന്താണെന്ന്. Minor may enforce the agreement against the other party if he is a promisee or beneficiary in the agreement, subject to the condition that minor has performed his promise under the agreement. ഒരു എഗ്രിമെൻ്റ് ഉണ്ടായിരിക്കുക എന്ന് വെച്ചോളാം.
ഒരു എഗ്രിമെൻറ്റിൽ സിമ്പിൾ എക്സാമ്പിൾ പറയാം, ഒരു 15 വയസ്സായ ഒരു പയ്യനാണ്, അയാൾക്ക് എഗ്രിമെൻറ്റിൽ വന്നുകൂടാ, എന്നാൽ കൂടെ ഞാനൊരു എക്സാമ്പിൾ പറയാം. അയാൾ ഇത്രയും സാധനങ്ങൾ കൊടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ട്രക്ക് ലോഡ് ഓഫ് സാധനം കൊടുക്കുകയാണെങ്കിൽ ഇത്രയും പേയ്മെൻറ്റ് കൊടുക്കാമെന്ന് പറഞ്ഞ് മറ്റേ ആൾ പറഞ്ഞു. ഈ പയ്യൻ ഇത് പറഞ്ഞ് വിശ്വസിച്ചിട്ട് എല്ലാം ഡെലിവറി ചെയ്തിട്ടുണ്ട്, പക്ഷേ പൈസ കിട്ടിയിട്ടില്ല. അങ്ങനെയുള്ള കേസുകളിൽ ആദ്യത്തെ പോയിന്റ് പറഞ്ഞു, മൈനർ ആണെന്ന് വിചാരിച്ച് മൈനറിന് ബുദ്ധിമുട്ടുണ്ടാവില്ല. അപ്പോൾ ഹാർഡ്ഷിപ്പ് ഉണ്ടാക്കാൻ പറ്റില്ല. ഇവൻ അവൻ്റെ അറിവ് ഇല്ലായ്മ കൊണ്ട് തന്നെ അയാൾ ആ എഗ്രിമെൻറ്റിൽ ഏർപ്പെട്ടുവെങ്കിലും. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മൈനർ ഇയാൾ ഫുൾഫിൽ ചെയ്ത പ്രോമിസ് എന്താണ്? ഈ സാധനം ഡെലിവറി ചെയ്ത് കൊടുക്കുക എന്നുള്ള പ്രോമിസ് ചെയ്തു കഴിഞ്ഞാൽ അവൻ്റെ അവകാശം സംരക്ഷിക്കുകയും വേണം. മറ്റേ ആൾ അതെന്താണ്, ഓപ്പോസിറ്റ് സൈഡ് പൈസ കൊടുക്കാമെന്ന് പറഞ്ഞ ആളെ എന്താണ്, ലീഗലി എൻഫോഴ്സ് ചെയ്ത് ഇവൻ്റെ പേയ്മെൻറ്റ് കൊടുക്കുകയും വേണം. അടുത്തത് നമ്മൾ നോക്കുന്നതെന്ന് പറഞ്ഞാൽ പൊസിഷൻ ഓഫ് എഗ്രിമെൻറ്റ് ബൈ എ മൈനർ. The position of minor as regards his agreement may be summed up under ഒരു മൈനർ എഗ്രിമെൻറ്റ്, ഒരു പൊസിഷൻ ഓഫ് മൈനർ വിത്ത് റിഗാർഡ് ടു എഗ്രിമെൻറ്റിൽ മൈനറിനെ എങ്ങനെ വീക്ഷിക്കുമെന്ന് നമുക്ക് അടുത്ത പോയിന്റ്സിൽ നോക്കാം. 1, എഗ്രിമെൻറ്റ് വിത്ത് എ മൈനർ ഈസ് വോയിഡ് അബ് ഇനീഷ്യോ. നമ്മൾ കഴിഞ്ഞ ചാപ്റ്റേഴ്സിൽ പഠിച്ചു, വോയിഡ് അബ് ഇനീഷ്യോ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം അക്ഷരാർത്ഥത്തിൽ തന്നെ, ഒറ്റ നോട്ടത്തിൽ തന്നെ, അതായത് അത് ഒരു ട്രാൻസാക്ഷനും വേണ്ട, കൊണ്ടുവരുമ്പോൾ തന്നെ എന്താണ്, അത് നള്ളിഫൈഡ് ആണ്, അല്ലെങ്കിൽ വോയിഡാണ്, ഒറ്റയടിക്ക് വോയിഡാണ്. ഉദാഹരണത്തിന് ഞാൻ അന്ന് പറഞ്ഞൊരു എക്സാമ്പിളാണ്, രജിസ്റ്റർ ഓഫീസിൽ ഒരു പർട്ടിക്കുലർ പ്രോപ്പർട്ടി രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി 15 വയസ്സ് അല്ലെങ്കിൽ 21 വയസ്സിന് താഴെയുള്ളൊരു പയ്യൻ വരികയാണെങ്കിൽ അത് ഒന്നും ചെയ്യേണ്ട, ഈവൻ അത് രജിസ്റ്റർ ചെയ്താലും ഇല്ലെങ്കിലും ഇൻസ്റ്റൻ്റ്ലി തന്നെ അത് വോയിഡ് തന്നെയാണ്. ഇതിൻ്റെ പേരൊരു ഫേമസ് കേസുണ്ട്, മൊഹിരി ബിബി വേഴ്സസ് ധർമ്മോദാസ് ഘോഷെ. അത് കൽക്കട്ടയിൽ നടന്ന ഒരു പഴയ കേസാണ്. ഈ കേസ് എന്താണ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇൻ ദിസ് കേസ് ധർമ്മോദാസ് ഘോഷെ, എ മൈനർ, borrowed rupees 8,000 from Mohiri Bibi's husband and executed a mortgage bond for his property as security. After the death of her husband, Mohiri Bibi brought an action of mortgage. It was held that the money advanced to a minor cannot be recovered because the agreement with a minor are absolutely void. ധർമ്മോദാസ് ഘോഷെ എന്ന് പറഞ്ഞ ഒരു മൈനർ, അതായത് നിയമത്തിൻ്റെ കണ്ണുകളിൽ 21 വയസ്സ് തികയാത്ത വ്യക്തി 8,000 രൂപ മൊഹിരി ബീബി എന്ന് പറഞ്ഞ സ്ത്രീയുടെ ഹസ്ബൻഡിൽ നിന്ന് വാങ്ങിച്ചു. അപ്പോൾ ഇവന് പൈസയുടെ ആവശ്യമുണ്ട്. മൊഹിരി ബീബിയുടെ ഹസ്ബൻഡിൻ്റെ അടുത്ത് ഈ പയ്യൻ വന്ന് പറഞ്ഞു, എനിക്ക് കുറച്ച് പൈസയുടെ ആവശ്യമുണ്ട്, ഒരു കാര്യം ചെയ്യാം, എനിക്ക് ഇത്രയും പ്രോപ്പർട്ടീസ് ഉണ്ട്, ഈ പ്രോപ്പർട്ടീസ് ഞാൻ പണയം വെച്ചോളാം, എൻ്റെ വീടും പുരയിടവും പണയം വെച്ചിട്ട് എനിക്ക് 8,000 രൂപ തരണമെന്ന് പറഞ്ഞു. അപ്പം പൈസ കൊടുക്കാൻ പറ്റില്ലെങ്കിൽ ഇയാൾക്കത് ജപ്തി ചെയ്തെടുക്കുകയും ചെയ്യാൻ പറ്റും. മൊഹിരി ബീബിയുടെ ഹസ്ബൻഡ് എന്തോ ചെയ്തു, ഇത് സമ്മതിച്ചിട്ട് ഇവൻ 8,000 രൂപയും കൊടുത്തു. അപ്പോൾ കുറച്ച് കാലം കഴിഞ്ഞു, ദൗർഭാഗ്യവശാൽ മൊഹിരി ബീബിയുടെ ഹസ്ബൻഡ് മരിച്ചു പോവുകയും ചെയ്തു. മരിച്ചു പോയതിന് ശേഷമാണ് ഇവരിതിനെക്കുറിച്ച് അറിഞ്ഞത്. ഇവരെക്കുറിച്ച് അറിഞ്ഞപ്പോഴത്തേക്കും ഇവനോട് പൈസ ആവശ്യപ്പെട്ടു. പക്ഷേ ഓട്ടോമാറ്റിക്കലി പൈസ തിരിച്ചു കിട്ടിയില്ല. പൈസ തിരിച്ചു കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, കാരണം ഇവനോട്ടൊരു എഗ്രിമെൻ്റ് ഉണ്ട്, ഇവൻ്റെ വസ്തുവകൾ ജപ്തി ചെയ്തെടുക്കാൻ പറ്റും, അല്ലെങ്കിൽ അവർക്ക് എടുക്കാൻ പറ്റും. അങ്ങനെ കോടതി വന്നപ്പോഴത്തേക്കും കോടതി പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പറ്റത്തില്ല, കാരണം ഇറ്റ് വാസ് ഹെൽഡ് ദാറ്റ് ദ മണി അഡ്വാൻസ് ടു എ മൈനർ കനോട്ട് ബി റിക്കവേർഡ് ബിക്കോസ് ദ എഗ്രിമെൻറ്റ് വിത്ത് എ മൈനർ ഈസ് ആബ്സല്യൂട്ട്ലി വോയിഡ്. നമ്മൾ നേരത്തെ പറഞ്ഞ കണക്ക് മൈനറിന് ഒരു എഗ്രിമെൻറ്റിൽ ചേരാൻ പറ്റത്തില്ല, ഫസ്റ്റ് പോയിന്റ്. 2, ലോ മൈനറിനെ പ്രൊട്ടക്ട് ചെയ്യും. ഇനി ഇവൻ ഈ എഗ്രിമെൻറ്റിൽ ഏർപ്പെട്ടതുകൊണ്ട് ഇവനെ ശിക്ഷിക്കുമെന്ന് പറഞ്ഞാൽ ഒരിക്കലുമില്ല, കാരണം ലോ മസ്റ്റ് പ്രൊട്ടക്ട് ദ മൈനേഴ്സ് എന്നുള്ള ഇന്ത്യൻ നിയമത്തിൽ തന്നെ പറയുന്നുണ്ട്. 2, ഹാർഡ്ഷിപ്പ് ഉണ്ടാക്കാനും പാടത്തില്ല, അവൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ സഹായിക്കണമെന്ന് പറഞ്ഞു. ചുരുക്കി പറഞ്ഞാൽ ഇത് ഈ ലോ അല്ലെങ്കിൽ ഇതിൻ്റെ കോടതിയുടെ വിധി ഓഫ് ദ റൂൾ ഓഫ് കോർട്ട് വാസ് ഇൻ ഫേവർ ഓഫ് മൈനർ. അടുത്ത നമുക്ക് നോക്കാം രണ്ടാമത്തത്, മൈനർ cannot be a promisee or beneficiary. If a contract is beneficial to a minor, it can be enforced by him. There is no restriction on a minor from being beneficiary or promisee. If, in a contract, minor is a beneficiary or he suffered a loss or he is a promisee, he can demand the enforcement. Therefore, agreements entered into by a minor for his benefits are valid and enforceable.